സിനിമ എംബാൻ ചെയ്യുന്നതിന് മുമ്പ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞാനും ഇട്ട് കറുത്തുടുപ്പ്. ഇനി ഞാൻ കറുത്തുടുപ്പിട്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ ആരും പരാതി പറയണ്ട. കാരണം ആ സിനിമ തുടങ്ങിയെന്ന് എല്ലാരും കറുത്തുടുപ്പിട്ടുകൊണ്ടാണ് വന്നത്. അപ്പൊ എല്ലാരും ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഇതെന്താണ് എല്ലാരും ഒരേപോലെ കറുത്തുടുപ്പിട്ടേനും? അപ്പൊ കറുത്തുടുപ്പിടുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണെങ്കിൽ അതൊരു ദുഃഖത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായാലും എന്തോരം വിഷമിച്ച് കാണുമെന്ന് എല്ലാരും. അപ്പൊ ഇനി മേലെ പുതിയൊരു സിനിമ തുടങ്ങുമ്പോ ആരും കറുത്ത ഉടുപ്പ് മാത്രം ഇട്ട് വരല്ലേ. ഇതൊരു പാഠമായിരിക്കണം. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തപ്പോൾ ബാൽക്കണി ഫുള്ളെന്ന് കാണിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്ക് കാലിയായിട്ട് കിടക്കുന്നത് എന്ത് മറിമായമാണോ. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന്റെ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലെന്ന്. പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? പിന്നെ 2.5-3 മണിക്കൂർ ചില സിനിമകൾ കാണുമ്പോൾ ചിലത് നമ്മളെ കരയിക്കുകയും ചിലത് ചിരിപ്പിക്കും. അപ്പൊ സിനിമയെ സിനിമയുടെ വഴിക്ക് വിടുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞാൻ വലിയ ജ്ഞാനിയൊന്നുമില്ല. പിന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. മലയാള സിനിമ ഇംഗ്ലീഷ് സിനിമയാക്കി മാറ്റി.